വർഗീയപരമായ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി ചില ശക്തികൾ ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. വർഗീയപരമായ ഭിന്നിപ്പ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ എവിടെയൊക്കെയാണ് സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് അത് മതസ്പർദ്ധ വരുത്തി അതിന് ജാതീയതയുടെയും വർഗീയതയുടെയും നിറം നൽകി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അതൊരു കാരണവശാലും കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോവില്ല. പള്ളൂരുത്തി എന്ന് പറയുന്നത് എല്ലാ ജാതി മതവിഭാഗങ്ങളിലെയും ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ക്രൈസ്തവ മിഷണറിമാരെന്ന് പറയുന്നത് അവരെക്കാലവും യാതൊരു ഭിന്നിപ്പുമില്ലാതെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റു വിഭാഗങ്ങളും, മുസ്ലിം വിഭാഗങ്ങളും എല്ലാം അവിടെ എല്ലാം എല്ലാ മതങ്ങളിലെയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു വേർതിരിവോ ഭിന്നിപ്പോ ഉണ്ടായിട്ടില്ല. ഇവിടെ കുട്ടിയുടെ പിതാവ് അനസ് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ സ്കൂളിൻ്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് ഈ സ്കൂളിൽ തൻ്റെ മകളുടെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെ നമ്മുടെ സമൂഹത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനാവശ്യമായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകൾ. വ്യക്തിപരമായി എനിക്കെതിരെ നടക്കുന്നത് കുഴപ്പമില്ല, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. പക്ഷേ നമ്മുടെ സമൂഹത്തെ വേർതിരിക്കാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ നിയമപരമായി ചെയ്യേണ്ടത്, വ്യക്തി ആക്ഷേപവും വർഗീയ പരാമർശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് വളരെ ശക്തമായി തന്നെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ പുറത്തുനിന്ന് കുറേ ആളുകൾ വന്നിട്ട് ഇവിടെ എല്ലാം ഞങ്ങളങ്ങോട്ട് ശരിയാക്കി കളയാം, ഭീഷണിയുടെ സ്വരം പെടുത്തി ഇവിടുത്തെ ജനപ്രതിനിധികൾ അങ്ങോട്ട് കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് കയ്യിൽ വെച്ചാൽ മതി. അങ്ങനെയുള്ള ഭീഷണിയൊന്നും ഇവിടെ വിലപ്പോവില്ല. അങ്ങനെ ഭീഷണി നടത്തുന്ന BJP RSS ശക്തികൾ അവർ ഏത് അറ്റം വരെ പോയാലും ഈ മണ്ണിൻ്റെ മതേതര സ്വഭാവം ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ ഒരു ശക്തികളെ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായി പോവേണ്ട കാര്യങ്ങളിൽ സ്കൂൾ നിയമപരമായി പോകും. അല്ലാതെ ഒരു സമന്വയത്തിൻ്റെ പാതയിൽ, പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, UDFൻ്റെ ജില്ലാ ചെയർമാൻ, അതുപോലെ ഈ സ്ഥാപനവുമായി ഞങ്ങളെല്ലാവരും നിരന്തരമായി പല വിഷയങ്ങളിലും ബന്ധപ്പെടുന്ന ആളുകളാണ്. ഞങ്ങൾക്കിതൊരു പുതിയ സ്ഥാപനമല്ല. എത്രയോ പ്രാവശ്യം ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, സിസ്റ്റേഴ്സുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാം AEയോടെയും DOയുടെ ഒക്കെ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ കാണാൻ സാധിച്ചില്ല. ബാക്കി എല്ലാ ആളുകളെയും കണ്ടു. അനസ് കുട്ടിയുടെ പിതാവ് ആയിട്ട് സംസാരിച്ചു. അവരെല്ലാം ഈ ഒരു വിഷയത്തിൽ ഒരു സെൻസിറ്റീവായ ഒരു രീതിയിലുമുള്ള കമൻറ്റുകളോ ഇടപെടലുകളോ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്വമേധയായിട്ടുള്ള അവരുടെ ഒരു അറിയിപ്പ് കൂടിയായി ഇതിനെ കണക്കാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ ചെറിയ ചെറിയ ഇൻസിഡൻസ്, ഒറ്റപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ പെരുപ്പിച്ചു കാണിക്കാൻ വേണ്ടി പല വർഗീയ ശക്തികളും ഇപ്പോൾ ഈ വിഷയം, ഞാൻ ദുബായിലായിരുന്നു. ഞാൻ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ 4 മണിക്കാണ് ഇവിടെ ലാൻഡ് ചെയ്തത്. ഇവിടെ ഇല്ലാത്ത സമയത്ത് തന്നെ ഇത് പല സാമൂഹ്യ മാധ്യമങ്ങളിലെയും സംഘടനകൾ, ആ സംഘടനകൾ എൻ്റെ ചിത്രം വെച്ച് പോസ്റ്റർ അടിക്കുകയാണ്. അതായത് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എല്ലാ വിഷയത്തിലും അതൊരു മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ നാടിന് ഒരു ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമായി ഇത് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ സിസ്റ്റേഴ്സായിട്ട് സംസാരിച്ചു. ഇവിടെ എല്ലാ വിഭാഗം ആളുകളും പഠിക്കുന്നുണ്ട്. അവരുടെ വലിയ പിന്തുണയോടുകൂടി ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതെങ്കിലും വിഭാഗം ആളുകൾ ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് വർഗീയ സംഘർഷത്തിന് വിധേയമാകുന്ന ഒരു രീതി ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നത്തെ ചർച്ചയിലൂടെ ആ കുട്ടിയുടെ തുടർ പഠനത്തിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പായിട്ട് അല്ല, ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്രധാനപ്പെട്ട ആളുകൾ, അധ്യാപകരോ മാനേജ്മെൻറ്റിൻ്റെ ആളുകളോ ഇല്ല. അവർ വന്നതിന് ശേഷം അവരവരുടെ തീരുമാനം വ്യക്തമാക്കും. കുട്ടിയുടെ പിതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടുമാണ് പറഞ്ഞിട്ടുള്ളത്. ശരി സർ. അല്ല, ഇത്
ഞങ്ങളിപ്പോൾ സംസാരിച്ചാണ് വ്യക്തിപരമായി സിസ്റ്റേഴ്സായിട്ട് അത് കൺവേ ചെയ്തിട്ടുമുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ കന്യാസ്ത്രീമാരായിട്ട് അത് കൺവേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ ഇല്ല. ഞങ്ങളിപ്പോൾ കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെ കാണാൻ സാധിച്ചിട്ടില്ല. അവർ ആലുവയിലും ചർച്ചയുണ്ട്, DE ഓഫീസിലും മട്ടാഞ്ചേരിയിലും ചർച്ചയുണ്ടായിരുന്നു. അനസിൻ്റെ സാന്നിധ്യത്തിലാണല്ലോ ഞങ്ങൾ പറയുന്നത്. പക്ഷേ അനസ് ഇങ്ങനെ മാധ്യമങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു അങ്ങനെ ഞങ്ങളോട് പറയാൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അതായത് സ്കൂളിലെ യൂണിഫോം അനുസരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പഠിക്കാൻ തയ്യാറാണ്. മനസ്സെന്താണ് പറയുന്നത്? അല്ല, അവര് കുറേ നാളുകളായി ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. അവർ ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം സംതൃപ്തി പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അവരെല്ലാവരും ഒരുമിച്ച് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അതിൽ തുടർന്നുകൊണ്ട് പഠനം, വിദ്യാഭ്യാസം, സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിയമാവലി അനുസരിച്ച് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ച് അവർ തന്നെ അറിയിച്ചൊരു കാര്യമാണ്. ഞങ്ങൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതൊരു വിശാലമായ കാഴ്ചപ്പാടാണ്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. മകൾ തുടർന്ന് ഇവിടെ തന്നെ പഠിക്കുകയാണ്. അതേന്ന് പറഞ്ഞല്ലോ. അല്ല, പുള്ളിക്ക് മീഡിയ ഫേസ് ചെയ്യാനുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കുട്ടിയുടെ പിതാവ് വളരെ പോസിറ്റീവായ ഒരു നിലപാടെടുത്തപ്പോൾ ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വരുമെന്ന് അറിയിച്ചിരുന്നോ ഈ സ്കൂളിന്റെ അധികൃതരെ? പറഞ്ഞിരുന്നു. അതിനിടയ്ക്കാണ് DEOയുടെ മീറ്റിംഗ് ഉണ്ടായത്. അവരങ്ങോട്ട് പോയി. അപ്പോൾ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്, പ്രധാന അധ്യാപികയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു? അല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരാഴ്ച കാലമായി ഇതിങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തോതിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മാനേജ്മെൻറ്റും രക്ഷകർത്താക്കളും അത് തീർക്കുമെന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ബാഹ്യശക്തികളുടെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് ഇവിടെ ജനപ്രതിനിധിയായ 91 മുതൽ MLA ആയിരുന്ന ആളാണ് ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ. പള്ളുരുത്തിയുടെ MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലമാണ്. ഹൈബി MP ആണ്. MLA നിരവധി വർഷക്കാലം ഇവിടെ ഈ മേഖലകളിൽ വന്നു പോകുന്ന ആളും ഇവിടെ ജയിച്ചു. ബാബു MLA ആണ്, നിലവിൽ MLA ആണ്. അദ്ദേഹം ഇവിടെ വന്നു പോയി രാവിലെ. എല്ലാവരുമായി അപ്പോൾ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം. അറിയാലോ, ഇപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ചിലരുടെ ഒരു അജണ്ടയാണ്. അപ്പോൾ രാവിലെ ഹൈബി പറഞ്ഞതുപോലെ അമ്മി കുത്താനുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് രാവിലെ ഇറങ്ങി. ഇന്ന് എവിടെയാണ് പ്രശ്നം, ഇന്ന് അവിടെ പോയി ഒരു ഭിന്നിപ്പുണ്ടാക്കുക, കൊട്ടേഷൻ ഏറ്റെടുത്താണ് വരുന്നത്. അതൊരു ശരിയായ നടപടിയല്ല. അപ്പോൾ പൊതുസമൂഹത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഈ വിദ്വേഷ മനസ്സുമായി ഇറങ്ങുന്ന ആളുകൾക്ക് ഒരവസരം എന്തായാലും പള്ളുരുത്തിയുടെ മണ്ണിലില്ല. അത് അവരുടെ പിതാവും അവരുമായി ബന്ധപ്പെട്ട അവരുടെ മാതാവും മക്കളും അവരുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും അത് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള സ്റ്റാൻഡ് അവർ സ്വീകരിച്ചു. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം മാനേജ്മെൻറ്റിനോട് പറഞ്ഞു. മാനേജ്മെൻറ്റ് പറഞ്ഞു റൂൾസ് അനുസരിച്ചാണ് പോകാൻ പറ്റുള്ളൂ. സ്വാഭാവികമായും ആ റൂൾസ് അനുസരിച്ച് ആ കുട്ടി ഇവിടെ പഠിക്കും എന്നുള്ളത് പിതാവ് പറഞ്ഞു. അങ്ങനെ പഠിക്കാൻ അവർ തയ്യാറാണ്. ഇത് എല്ലായിടത്തും ഉള്ളതാണിത്. സ്വാഭാവികമായി ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഏതെങ്കിലും മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂളുകളിലോ ഇങ്ങനെ കുട്ടികൾ എന്തെങ്കിലും ഒരു ആവശ്യം പ്രകടിപ്പിച്ചാൽ സ്വാഭാവികം മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ അത് പറഞ്ഞു തീർക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടെ വന്നിട്ട് എന്താ ചെയ്തത്? ഇവിടെ ഒരു ബോധപൂർവ്വം ഒരു കലാപം സൃഷ്ടിക്കാൻ വലിയ വാർത്തകളാണ്, നമ്മൾ മനസ്സിൽ കാണാത്ത വാർത്തകളാണ് ഓരോരുത്തർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മീഡിയ അടക്കമുള്ള ആളുകൾ ഇത് വലിയ തോതിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഈ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്, ഈ ക്രൈസ്തവ മിഷണറിമാരുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര സഹിഷ്ണുതയോടുകൂടി ആളുകളോട് ഇടപഴകുകയും എത്രായിരം കുട്ടികൾ പഠിക്കുകയാണ് ഓരോ സ്ഥാപനങ്ങളിലും. കൃത്യമായി അവർക്ക് സംരക്ഷണം കൊടുത്ത് അവരൊക്കെ നല്ല രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും പഠിച്ച ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകളിലും മറ്റുമൊക്കെയാണ്. അപ്പോൾ എത്ര ആളുകൾ കോളേജുകളിൽ പഠിക്കുന്നു, ആരും ഇതുവരെ വഴിതെറ്റിപ്പോയെന്നോ മോശമായി പോയെന്നോ ഒരാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ മാനേജ്മെൻറ്റിന് കീഴിൽ അവരുടേതായ നിയമങ്ങൾ, ഏത് സ്കൂളുകൾക്കോ കോളേജുകൾക്കോ നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികൾ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെയൊക്കെ പേരിൽ ഈ നാട്ടിൽ രാവിലെ തന്നെ വന്ന് അതിനൊരു വേറൊരു നിറം നൽകി, മതത്തിൻ്റെയും ജാതിയുടെയും നിറം നൽകി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഇങ്ങടെ ആളുകളെ വിളിച്ചു വരുത്തി തമ്മിലടിപ്പിക്കുന്ന ഈ കോഴിപ്പോര് നടത്തുന്ന ആളുകളുടെ സ്വഭാവം അത് ഈ നാട്ടിൽ വേണ്ട. അത് വളരെ വിഷമമാണ് ആ കുടുംബത്തിനുണ്ടാക്കിയത്. വളരെ വിഷമമാണ് ആ കുടുംബത്തിനുണ്ടാക്കിയത്. അത് എന്തായാലും ഇവിടെ അത് നടക്കില്ല. അത് വളരെ കൃത്യമായി മതമേലധ്യക്ഷന്മാരും അതുപോലെ ഈ സിസ്റ്റേഴ്സും മാനേജ്മെൻറ്റും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ അതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തും. ഇന്ന് ആ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ പ്രിൻസിപ്പളുമായി സംസാരിച്ചിരുന്നു. അതുപോലെ കുട്ടിയുടെ മാതാപിതാക്കളുമായി ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിച്ചിരുന്നു. അതിനകത്ത് അവർ ഇത് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാതാപിതാക്കൾ ഇത് ഇടപെടാൻ ഒരാളെ അവർ ചുമതലപ്പെടുത്തിയിട്ടില്ല.
മാനേജ്മെൻറ്റ് അങ്ങനെ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സമൂഹത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ എന്താ, ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളുണ്ട്. തമ്പി സുബ്രഹ്മണ്യമുണ്ട്, ഇവിടുത്തെ കൗൺസിലറായിരുന്നു നേരത്തെ. അപ്പോൾ ഓരോ ആളുകളുണ്ട് ഈ പ്രദേശത്തെ, കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുണ്ട്, UDFകാരായിട്ടുള്ള ആളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഓരോ കാര്യങ്ങൾക്കും ഈ മാനേജ്മെൻറ്റും ഈ സ്കൂളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഈ പറയുന്ന ആളുകളുമായി, ഈ രക്ഷകർത്താക്കളുമായൊക്കെ നിരന്തരം കാണുന്ന ആളുകളാണ്. അപ്പോൾ അത് അങ്ങനെ തീർക്കേണ്ട ഒരു സംഭവത്തെ പർവ്വതീകരിച്ച് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി കൊച്ചിയിലും അല്ലെങ്കിൽ ഈ പ്രദേശത്തൊക്കെ ആളുകൾ തമ്മിൽ ഒരു അസഹിഷ്ണുതയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് മുളയിലേ ഞങ്ങൾ നുള്ളിക്കളയും. ഒരു സംശയവും വേണ്ട. ഈ നാട് മതേതരമായി ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ നാട്ടിൽ. അങ്ങനെ ഒരു സംഘർഷമോ ഒരു വിദ്വേഷമോ ഈ നാട്ടിലില്ല. അതുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ നടപ്പിലാകാനും പോകുന്നില്ല. അത് പറയുന്നതിനാണ് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നത്. അത് തീർച്ചയായും വരും സമയങ്ങളിൽ സിസ്റ്റർമാരുമായി സംസാരിക്കും, അവരുടെ മാതാപിതാക്കൾ അവരെ കണ്ട് സംസാരിക്കും. അതിനകത്തൊരു പ്രശ്നമില്ല. സ്കൂൾ ഇപ്പോൾ നാളെ തുറന്നാൽ അവരുടെ കുട്ടികൾ നാളെ പോലും ഇവിടെ പഠിക്കാൻ വരും. 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അനസിൻ്റെ മോനും പഠിക്കുന്നുണ്ട്, ഈ മോളും പഠിക്കുന്നുണ്ട് 8ാം ക്ലാസ്സിൽ. 2 കുട്ടികളും ഇവിടെ പഠിക്കുന്നത്. അവരെ മക്കളെല്ലാവരും പഠിച്ചത് ഈ പറയുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിലാണ് എല്ലാം പഠിച്ചത്, മക്കൾ പഠിച്ചത്. അപ്പോൾ കുട്ടിക്ക് ഇവിടെ തന്നെ തുടർന്ന് പഠിക്കാമെന്നുള്ള ഇവിടെ തന്നെ തുടർന്ന് പഠിക്കും. കിട്ടിയിട്ടുണ്ട്. പരിഹാരമുണ്ട്. അല്ല, നിങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നു അല്ലേ? അല്ല, UDF ജില്ലാ ചെയർമാനും കെ ബാബു MLA അല്ല, ഈ വിഷയം വഴിതെറ്റി പോകുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഇവിടുത്തെ മുൻ MLA, മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷനും ഷിയാസും ഇവിടുത്തെ ലോക്കൽ കൗൺസിലറായിരുന്ന തമ്പി സുബ്രഹ്മണ്യം അടക്കമുള്ള ഇവിടെ മുഴുവൻ ആളുകളും ഈ മാനേജ്മെൻറ്റുമായിട്ടും അനസിൻ്റെ വീട്ടിൽ വ്യക്തിപരമായി പോയും എല്ലാം സംസാരിച്ച് ഇതൊരു എസ്കലേറ്റ് ചെയ്യരുത് എന്നുള്ള വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇടപെട്ടിട്ടുള്ളത്. നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വരുന്നത് ശരിയല്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിൻ്റെ എക്സ്ട്രീം തലത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. അതുമാത്രമാണ് ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞതുപോലെ അനസും വളരെ പോസിറ്റീവായിട്ട്, അവരുടെ കുടുംബം പോസിറ്റീവായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടും എന്നുള്ളത്. ഇവിടുത്തെ സിസ്റ്റേഴ്സായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൾ അടക്കമുള്ള സിസ്റ്റേഴ്സ് ഇവിടെ ഇല്ല. അവരൊരു ഒഫീഷ്യൽ ഡിസ്കഷനിൽ ഇരിക്കുകയാണ്. അവരെ ഫോണിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ വിഷയം അവരുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ഇല്ല. യൂത്ത് കോൺഗ്രസ്, നിങ്ങൾക്ക് ഇത്രയും ദിവസം പ്രശ്നം സംസ്ഥാന പ്രസിഡന്റ് വന്നില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നു. അദ്ദേഹം തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ച് തലയെല്ലാം പൊട്ടി, ഒരുപാട് SFIയും അവിടുത്തെ ABVP സംഘർഷത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ആളാണ്. വളരെ ഊർജ്ജസ്വലനായ, ഞാൻ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ KSUവിലുണ്ടായിരുന്ന വളരെ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ്. പിന്നെന്താ നിങ്ങളുടെ ചോദ്യം? അബിൻ വർക്കി നല്ല, നിങ്ങളുടെ ഒരു പ്രോഡക്റ്റാണല്ലോ അബിൻ വർക്കി. കാരണം ചാനൽ ചർച്ചകളിൽ നിങ്ങൾ നന്നായി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയ 2 ആൾക്കാരായിരുന്നു. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ഒന്ന് അബിൻ വർക്കി. അപ്പോൾ അബിൻ വർക്കിയും ഞാൻ ഇരിക്കുന്ന സമയത്ത് KSUവിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. അബിൻ വർക്കി തീർച്ചയായിട്ടും അർഹതയുള്ള ഒരു നേതാവാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ യാതൊരു ക്രൈറ്റീരിയ കുറവുള്ള ആളല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സർവീസസ് പ്രയോജനപ്പെടുത്താൻ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആക്കിയിട്ടുള്ളത്. അബിൻ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ യോഗ്യത കുറവ് 1% പോലും ഇല്ലാത്ത ആളാണ്. അബിൻ രാഹുലിൻ്റെ കൂടെ ഒരു ടീം എന്നുള്ള രീതിയിൽ യൂത്ത് കോൺഗ്രസിനെ സംസ്ഥാനത്ത് നയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അതുമാത്രമല്ല, ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ ഡിബേറ്റ്സിലും പ്രസംഗത്തിലും പൊതുയോഗങ്ങളിലുമെല്ലാം പാർട്ടിയുടെ ഒരു നിലപാട്, അബിനൊരിക്കലും പാർട്ടി വിട്ടു പോകുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണമുണ്ടെങ്കിൽ അത് തെറ്റാണ്. അബിൻ വർക്കി അർഹതപ്പെട്ട ഒരാളാണ്. പക്ഷേ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം OJ ജനീഷിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുക എന്നുള്ളതാണ്. OJ ജനീഷ് വളരെ മിടുക്കനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്.
യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ്റെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത ചോദ്യത്തിന് മുമ്പ് ഞാൻ അത് തന്നെ പറഞ്ഞേക്കാം. യൂത്ത് കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ കമ്മിറ്റി, ഞാൻ NSUയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയത്. ഇലക്ഷൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ പ്രസിഡൻറ്റും രണ്ടാമത് വോട്ട് കിട്ടുന്ന ആൾ വൈസ് പ്രസിഡൻറ്റും ആവുക എന്നുള്ളതാണ്. അങ്ങനെ വൈസ് പ്രസിഡന്റ് ആയ ആളാണ് അബിൻ വർക്കി കൊടിയാത്ത. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് നീക്കം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് പ്രസിഡന്റ് ആവേണ്ടത്. അതാണ് എലക്ഷൻ പ്രോസസ്സ് അനുസരിച്ച്. എലക്ഷൻ പ്രോസസ്സ് ഇപ്പോൾ കഴിഞ്ഞിട്ട് 2-2.5 വർഷമായി. എലക്ഷൻ പ്രോസസ്സ് അനുസരിച്ചിട്ടുള്ള സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തു? എന്തുകൊണ്ട് ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ വെച്ചു? എന്തുകൊണ്ട് ഒരു ജനറൽ സെക്രട്ടറി എന്ന ആളെ പ്രസിഡൻ്റാക്കി? അങ്ങനെയുള്ള കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ്. അപ്പോൾ അബിൻ വർക്കി, ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റം അനുസരിച്ച് അബിൻ വർക്കി തീർച്ചയായിട്ടും ആ സ്ഥാനത്തിന് യോഗ്യനാണ്, അർഹതയുള്ള ആളാണ്. അതിൽ നിങ്ങൾ പറയുന്ന പോലെ ഒരു മതം, ജാതി ഒന്നും ഇതിലേക്ക് കടന്നു വന്നിട്ടില്ല. അങ്ങനെ ഒരു വേർതിരിവും ഡിസ്ക്രിപ്ഷനും ഇതിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ പൊസിഷൻ നിർണ്ണയിക്കുന്നതിൽ ഒരിക്കലും ജാതിയോ മതമോ ഒരു ഘടകമായിട്ടില്ല. കാരണം ഇറ്റ് വാസ് എൻ എലക്ഷൻ, ഡെമോക്രാറ്റിക്കൽ എലക്റ്റഡ് പ്രോസസ്സ്. അപ്പോൾ അതിന് എന്തുകൊണ്ട് രണ്ടാമത് വന്ന ആളെ പ്രസിഡന്റ് ആക്കിയില്ല എന്നുള്ളത് ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് പറയേണ്ടത്. അതിന്റെ ആവശ്യം കേരളത്തിൽ പ്രവർത്തിക്കണം എന്നാണ്, അതായത് ദേശീയ തലത്തിലുള്ള ചുമതലയേക്കാൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമുക്ക് സംസ്ഥാനത്ത് നന്നായി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ്. ദേശീയ സെക്രട്ടറി ആയതുകൊണ്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യം ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പരിഗണിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ സംസ്ഥാനത്ത് എന്തെങ്കിലും പ്രത്യേക ചുമതല കൊടുക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവീസസ് കൂടുതൽ പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഇവിടെ നിൽക്കണമാണ്, അദ്ദേഹത്തിൻ്റെ സർവീസ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും അതവർ പരിഗണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.